ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും ECHS വഴി ആയുർവേദ ചികിത്സ അഥവാ ആയുഷ് ചികിത്സ ലഭിക്കുന്നത് സംബന്ധിച്ച് ധാരാളം സംശയങ്ങളുണ്ട്. ഈ വീഡിയോയിലൂടെ നമുക്ക് ECHS വഴി ആയുർവേദ ചികിത്സ എങ്ങനെ ലഭിക്കുമെന്ന് മനസ്സിലാക്കാം. ECHS കാർഡുള്ള വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോ. ECHS വഴി ആയുർവേദ ചികിത്സ എങ്ങനെ ലഭിക്കും? എന്തൊക്കെ നിയമങ്ങളാണ് നിലവിലുള്ളത്? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആയുഷ് ചികിത്സ എന്താണ്? കേരളത്തിൽ ഏതെല്ലാം ആശുപത്രികളിൽ ഈ ചികിത്സ നമുക്ക് ലഭിക്കും? ECHSൽ അലോപ്പതി ചികിത്സ മാത്രമല്ല, ആവശ്യമെങ്കിൽ ആയുഷ് ചികിത്സയും ലഭ്യമാണ്. ആയുഷ് എന്നതിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം? 1. ആയുർവേദ. 2. യോഗ ആൻഡ് നാച്ചുറോപ്പതി. 3. യുനാനി ചികിത്സ. 4. സിദ്ധ ചികിത്സ. 5. ഹോമിയോപ്പതി. അതായത് അർഹരായ ECHS ഗുണഭോക്താക്കൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഈ ചികിത്സാ രീതികളും ലഭ്യമാണ്. ഇനി ചികിത്സ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ECHS പോളിക്ലിനിക്കിൽ പോകുക, മെഡിക്കൽ ഓഫീസറെ കാണുക, രോഗാവസ്ഥ പരിശോധിച്ച ശേഷം ആയുർവേദ ചികിത്സ അനുയോജ്യമാണെന്ന് അദ്ദേഹം വിലയിരുത്തിയാൽ ആവശ്യമായ റെഫറൽ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നതാണ്. അതിനുശേഷം ECHS അംഗീകരിച്ച എംപാനൽഡ് ആയുഷ് ആശുപത്രികളിലോ നിശ്ചിത സർക്കാർ ആയുഷ് സ്ഥാപനങ്ങളിലോ ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. സ്വമേധയാ സ്വകാര്യ ആയുർവേദ ആശുപത്രികളിൽ ചികിത്സ ആരംഭിച്ചാൽ എല്ലാ സാഹചര്യങ്ങളിലും ECHS ആനുകൂല്യം ലഭിക്കില്ല. അതിനാൽ ശരിയായ റെഫറൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ചികിത്സ തേടേണ്ടതാണ്. പ്രധാന നിയമങ്ങൾ എന്തൊക്കെയാണ്? ആയുർവേദ ചികിത്സയ്ക്കായി സാധാരണയായി പരമാവധി 34 ദിവസമാണ് അനുവദിക്കുന്നത്. യോഗ ആൻഡ് നാച്ചുറോപ്പതി ചികിത്സയ്ക്ക് സാധാരണയായി 28 ദിവസം വരെ പരിധിയുണ്ട്. ECHS അംഗീകരിച്ച പാക്കേജ് റേറ്റ് അനുസരിച്ചാണ് ചിലവ് വഹിക്കുന്നത്. അതിലധികം തുക വന്നാൽ രോഗി തന്നെ നൽകേണ്ടി വരും. ഒരു പ്രത്യേക രോഗത്തിന് ഒരേ സമയം അലോപ്പതിയും ആയുർവേദവും ചേർത്ത് ചികിത്സ തുടരാൻ അനുവദിക്കില്ല. എന്നാൽ ശരീരത്തിലെ വേറിട്ട രോഗങ്ങൾക്ക് ആവശ്യമായ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട മെഡിക്കൽ നിർദ്ദേശപ്രകാരം വ്യത്യസ്ത ചികിത്സാ രീതികൾ ഉപയോഗിക്കാം. ഇനി കേരളത്തിൽ എംപാനൽഡ് ആയിട്ടുള്ള ആയുർവേദ ഹോസ്പിറ്റലുകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1. പുനർനവ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇടപ്പള്ളി നോർത്ത്, എറണാകുളം. 2. മാതാ ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ സെൻറ്റർ, മൂങ്ങോട്, ട്രിവാൻഡ്രം. 3. പരന്തുവയലിൽ ഹോസ്പിറ്റൽ, കീഴില്ലം, കൊച്ചി. 5. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. ശ്രീ സുബ്രഹ്മണ്യ ആയുർവേദ ഹോസ്പിറ്റൽ, കോഴിക്കോട്. സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ, ആലുവ. ശ്രീ അഗസ്ത്യ ആര്യവൈദ്യ ആശ്രമം ആയുർവേദ ഹോസ്പിറ്റൽ, തൃശൂർ. വാസുദേവ വിലാസം ആര്യവൈദ്യശാല ആൻഡ് നേഴ്സിംഗ് ഹോം, ട്രിവാൻഡ്രം. സിതാരം ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, തൃശൂർ. ഇത്രയും ഹോസ്പിറ്റലുകളാണ്, അതായത് 9 ഹോസ്പിറ്റലുകൾ കേരളത്തിൽ ആയുർവേദ ചികിത്സകൾക്കായി എംപാനൽ ചെയ്തിട്ടുണ്ട്. ആയുർവേദ ചികിത്സയ്ക്കുള്ള CGHS ECHS റേറ്റുകൾ എത്രയാണെന്നും ഇത് സംബന്ധിച്ച് സെൻട്രൽ ഓർഗനൈസേഷൻ ECHS 12 സെപ്റ്റംബർ 2025 പബ്ലിഷ് ചെയ്ത പോളിസി ലെറ്ററും വിരമിച്ച സൈനികൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ECHS, പെൻഷൻ, CSD, ഇൻകം ടാക്സ്, സർക്കാർ ആനുകൂല്യങ്ങൾ, സ്പർശ്, 8ാം ശമ്പള കമ്മീഷൻ എന്നിവയെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾക്കായി വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജയ് ഹിന്ദ്, വന്ദേ മാതരം.